ചെങ്ങാതിയെ സ്വീകരിക്കാൻ എല്ലാ പ്രോട്ടോക്കോളുകളും മറന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആകട്ടെ അവിടെ വിമാനത്താവളത്തിലേക്ക് എത്തിയത്. ഒപ്പം അദ്ദേഹത്തിന്റെ ഭാര്യ സാറയും ഉണ്ടായിരുന്നു. മോദിയെ കണ്ട മാത്രയിൽ തന്നെ കെട്ടിപ്പിടിച്ച ബീബി ആകട്ടെ അല്പനേരം മോദിയുമായി തന്നെ സൊറ പറഞ്ഞ നിമിഷങ്ങളായിരുന്നു അവിടെ കണ്ടത്. നയതന്ത്ര ചർച്ചകൾക്കപ്പുറം തന്നെ ഇരു നേതാക്കളും അവിടെ പങ്കുവച്ച സംഭാഷണം ഇപ്പോൾ ലോകത്തെ കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുകയാണ്. രസകരമായ സംഭാഷണമാണ് ഇരുവരും തമ്മിൽ പങ്കുവച്ചത്. അത് വേറെ ഒന്നും തന്നെയല്ല, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കോട്ടിന് മുകളിലുള്ള കാവി നിറത്തിലുള്ള പോക്കറ്റ് സ്ക്വയറിന്റെ, അതായത് സാഫ്രോൺ പോക്കറ്റ് സ്ക്വയറിനെ കുറിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നടത്തിയ തമാശയാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ ആകമാനം ചർച്ചയാകുന്നത്. ഈ വീഡിയോയും ഈ സംഭാഷണവും ഇപ്പോൾ വലിയ രീതിയിൽ വൈറലായി മാറുകയാണ്. അതായത് മോദിയുടെ പോക്കറ്റ് സ്ക്വയറിൻ്റെ നിറം തൻ്റെ ഭാര്യ സാറ നെതന്യാഹു ധരിച്ച വസ്ത്രത്തിൻ്റെ നിറവുമായി കൃത്യമായി ചേരുന്നുണ്ടല്ലോ എന്നതായിരുന്നു നെതന്യാഹുവിൻ്റെ നിരീക്ഷണം. അതോടൊപ്പം തന്നെ ഇതിപ്പോൾ കൂടുതൽ രസകരമായ ഒരു സംഭാഷണമായി തന്നെ ചർച്ചകൾക്ക് വഴിമാറുകയാണ് ഉണ്ടായിരിക്കുന്നത്. അതായത് നെതന്യാഹുവിൻ്റെ ആ ഒരു കമൻറ്റിൽ ചിരിച്ചുകൊണ്ട് ഇത് കാവ്യാണ്, അതായത് ഇറ്റ്സ് എ സാഫ്രോൺ എന്ന് മോദി മറുപടി നൽകിയതോടുകൂടി തന്നെ ഗൗരവമേറിയ നയതന്ത്ര അന്തരീക്ഷം ഒരു നിമിഷത്തേക്ക് അത് ചിരിയിൽ അലിയുകയാണ് ഉണ്ടായത്. അതേപോലെ തന്നെ ഇന്ന് വൈകുന്നേരം, അതായത് ബുധനാഴ്ച വൈകുന്നേരത്തോടു കൂടി തന്നെ ടെൽ അവീവിലെത്തിയ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ എല്ലാ പ്രോട്ടോക്കോളുകളെയും മാറ്റിവെച്ചുകൊണ്ടാണ് ബെഞ്ചമിൻ നെതന്യാഹു നേരിട്ടെത്തിക്കൊണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചിരിക്കുന്നത്. സാധാരണയായി തന്നെ മറ്റ് രാഷ്ട്ര തലവന്മാർക്ക് നൽകാത്ത സവിശേഷമായ പരിഗണന തന്നെയാണ് ഇപ്പോൾ മോദിക്ക് ഈ ഒരു ഇസ്രായേൽ സന്ദർശനത്തിലൂടെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു അടക്കം നൽകിയിരിക്കുന്നത് എന്നതും ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സുഹൃത്തിൻ്റെ വരവ് എന്നതാണ്, അതായത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു സുഹൃത്ത് ഇവിടേക്ക് വരുന്നു എന്നതായിരുന്നു ആദ്യ നാളുകളിൽ ഈ ഒരു തീയതി പ്രഖ്യാപിച്ച വേളയിൽ പോലും മാധ്യമങ്ങൾക്ക് മുൻപിൽ തന്നെ അദ്ദേഹം വിശേഷിപ്പിച്ചത്. അതേസമയം 2 ദിവസത്തെ സന്ദർശനത്തിനായിട്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇസ്രായേൽ സന്ദർശിക്കുന്നത്. ഇതിൽ പ്രതിരോധം, കൃഷി, ശാസ്ത്ര സാങ്കേതിക വിദ്യ തുടങ്ങി വിവിധ മേഖലകളിൽ നിർണായകമായ കരാറുകളിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവയ്ക്കും. ഇതിനു പുറമെ തന്നെ ഇസ്രായേൽ പാർലമെന്റായ കെനസെറ്റ് അഭിസംബോധന ചെയ്യുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി എന്ന ബഹുമതി അടക്കമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സ്വന്തമാക്കാൻ ഒരുങ്ങുന്നത്. ചർച്ചകളുടെ ഗൗരവത്തിനിടയിൽ പോലും ഇരു നേതാക്കളും തമ്മിലുള്ള വ്യക്തിപരമായ സൗഹൃദം പ്രകടമാക്കുന്ന ഇത്തരം നിമിഷങ്ങൾ ഇൻഡോ ഇസ്രായേൽ ബന്ധത്തിന്റെ പുതിയൊരു അധ്യായമായി തന്നെ തുടക്കം കുറിക്കുകയാണ് എന്ന വിലയിരുത്തലടക്കമാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം നടക്കുന്നത്. 2017 ചരിത്ര സന്ദർശനത്തിന് ശേഷം മോദി ഇപ്പോൾ വീണ്ടും ഇസ്രായേലിൽ എത്തുമ്പോൾ പശ്ചിമേഷ്യൻ രാഷ്ട്രങ്ങളിൽ ഇത് വലിയൊരു ചലനങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ ഉറപ്പായി തന്നെ ഒരു കാര്യമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.